വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുന്നോട്ടെടുക്കേണ്ടത് ഇസ്രായേലാണ്. വെടിവെക്കുന്നത് ഇസ്രായേലാണ് അവിടെ, ഇപ്പോൾ ഹമാസ് അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന്റെ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് വരേണ്ടത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അടുത്ത ആഴ്ച ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ട്രംപിന്റെ വലിയൊരു ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയില് ഒരു അൺസർട്ടനിറ്റി എന്നത് ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേലെ വലിയ സമ്മർദ്ദം ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം, ഇത് 2 വർഷത്തോളം ആവാൻ പോവുകയാണ് ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ഒരു മേൽക്കൈയുണ്ട്. ഗാസ എന്നത് വലിയ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. ഭക്ഷണമില്ല, വെള്ളമില്ല, മെഡിസിൻസ് അവൈലബിൾ അല്ല. വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിൽ നിൽക്കുന്നത്. അത് വെസ്റ്റ് ഏഷ്യയുടെ മൊത്തം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ എന്നത് വളരെ വളരെ വലിയ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിന് മേലെ സമ്മർദ്ദം കൂട്ടും. കാരണം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണുന്നത്. മറ്റ് 2 പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം ഇസ്രായേലിന്റെ മേലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൽ പ്രധാന പ്രശ്നമുള്ളത് ഈ ഹോസ്റ്റേജിന്റെ വിട്ടുകൊടുക്കൽ തന്നെയാണ്. അവിടെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 28 ഹോസ്റ്റേജുകളെ തിരിച്ചു കൊടുക്കാന്നുള്ളത്, ബന്ദികളെ തിരിച്ചു കൊടുക്കാമെന്നുള്ളതും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട്. അത് 10 ആളുകൾ ജീവനോടെയും 18 പേരുടെ മൃതദേഹവും തിരിച്ചു കൊടുക്കാമെന്നുള്ള ചില ഡീറ്റെയിൽസ് എല്ലാം അവിടുന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ നീക്കം വലിയ ഒരു ആശ്വാസം ആ മേഖലയിൽ കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ വർഷം ജനുവരി മാസത്തിലും ഇത്തരത്തിൽ 2 മാസത്തോളം വെടിനിർത്തൽ ഈ മേഖലയിൽ ഉണ്ടായതാണ്. അതും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ആ വെടിനിർത്തൽ ഏകപക്ഷീയമായി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം കൊണ്ട് നിൽക്കുകയാണ് ഉണ്ടായത് പെട്ടെന്ന്. പക്ഷെ ഈ പ്രാവശ്യം അത് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയും ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള സമാധാനത്തിന് ഈ വെടിനിർത്തൽ ഒരു വിൻഡോ ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്കെല്ലാമുള്ള പ്രതീക്ഷ. സർ, അതുമാത്രമല്ല, നമുക്കറിയാം ഏകദേശം ഒരു 21 മാസം നീണ്ട ഒരു ഇസ്രയേൽ ആക്രമണത്തിൽ ഇരയായത് തന്നെ അല്ലെങ്കിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല ഈ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു ഗാസ തിരിഞ്ഞതും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് മാറിയതും ഇത്രയധികം ദിവസങ്ങൾ നീണ്ടു നിന്നതും. അതിനുശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ കുറേയധികം കരാറുകളും ചർച്ചകളും എല്ലാം നടന്നു. പക്ഷേ അതൊന്നും അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തിയത് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ചർച്ചകളിലും കൂടുതൽ കരാറുകളിലും എന്തൊക്കെയായിരിക്കും ഇരു കൂട്ടരും ആവശ്യപ്പെടുന്നത്? പുതിയ കരാർ ഇരു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും എന്തൊക്കെയാണ് ഇവരുടെ വ്യവസ്ഥകളെന്ന് അല്ലെങ്കിൽ വെടിനിർത്തലിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് ട്രംപോ അല്ലെങ്കിൽ ഇസ്രായേലോ വ്യക്തമാക്കിയിട്ടുമില്ല. ഈ മേഖലയിലെ വെടിനിർത്തലുകൾക്കെല്ലാമുള്ള പ്രധാന പ്രശ്നം ഇതിന്റെ വ്യവസ്ഥകൾക്ക് ആർക്കും അറിയില്ല എന്നതാണ്. പ്രധാനമായും ഇപ്പൊ ഇസ്രായേൽ ഇറാൻ വിഷയത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ അവസാനിച്ചത്. ഇതിന്റെ ഏത് വ്യവസ്ഥയിലാണ് വെടിനിർത്തൽ നിർത്തിയത് എന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു റീആക്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഗാസ ഇസ്രായേൽ വിഷയത്തിലാണെങ്കിൽ കാര്യങ്ങൾ കൂടെ വ്യക്തമാണ്. ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റമാവും ഹമാസ് ആവശ്യപ്പെടുന്നത്. അതേസമയം അത്തരത്തിലുള്ള ഒരു നെഗോസിയേഷൻ ഇസ്രായേൽ തയ്യാറാവണമെന്നില്ല. പക്ഷെ ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയ്ക്കുള്ള പ്രശ്നത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലപാടായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. കാരണം അമേരിക്ക പറയുന്നത് ഈ 2 രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ 2 മേഖലയ്ക്കും, രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ഗാസയെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഒരു ലാർജർ സോഷ്യോ പൊളിറ്റിക്കൽ പീസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, പക്ഷെ ട്രംപിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണത്. ആ അർത്ഥത്തിൽ ഇത് ഇസ്രായേലിന്റെ മേലെ സമ്മർദ്ദം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ബന്ദികളെ വിട്ടുകൊടുക്കുക, ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ ആർമി ഗാസയിൽ നിന്ന് പിൻവാങ്ങുക, ഇത്തരത്തിലുള്ള പിന്നെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ്, അതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം. അതാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ്
ഇപ്പം നടക്കുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു അമേരിക്കൻ പ്രൈവറ്റ് NGO വഴിയാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പം UN പോലുള്ള ഓർഗനൈസേഷൻസ് വഴി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ഗാസയിൽ എത്തിക്കുക, ഇത്തരത്തിലുള്ള ഉപാധികളോടെ ആയിരിക്കും ഈ വെടിനിർത്തലിനുള്ള നീക്കം നടക്കുക. സർ, ഈ ഒരു മധ്യസ്ഥ ചർച്ചകളിലൊക്കെ പങ്കാളികളായ ഈജിപ്തിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല ഇതിൽ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഖത്തറിനെയും ഹമാസിനെയും ഇക്കാര്യം അറിയിച്ച് അതിലൊരു സന്തോഷം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്? കാരണം ഇത് എത്രത്തോളം വിശ്വസനീയമായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അറബ് മേഖലയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയം അതിലൊരു വലിയ ഘടകമാണ്. അതിനെ ഏതെങ്കിലും തരയിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയുടെ ആദ്യ ആവശ്യം. അതിന്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് ഇസ്രായേൽ, ഇറാൻ, ഇസ്രായേൽ ഹൂതി, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ഇപ്പൊ അമേരിക്കയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഈ വെസ്റ്റ് ഏഷ്യയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഈ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ഈ അബ്രഹാമിക് അക്കോർഡെല്ലാം മുന്നോട്ട് വരികയും ഈ സൗദി അറേബ്യ അബ്രഹാമിക് അക്കോർഡ് സൈൻ ചെയ്യാനിരുന്ന സമയത്താണ് ഒക്ടോബർ 7 2023 അക്രമം ഉണ്ടാവുന്നത്. അപ്പോൾ ആ എബ്രഹാമിക് അക്കോർഡിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റും. എബ്രഹാമിക് അക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തെ, അതായത് ഇസ്രായേൽ അറബ് ബന്ധത്തെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമാധാന കരാറാണ്, അക്കോർഡാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒക്ടോബർ 7 വന്ന ആക്രമണത്തോടു കൂടെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ മേഖലയിലെ പല രാജ്യങ്ങളും ഈ അക്കോർഡിനെ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈജിപ്ത്, അതേപോലെ മറ്റനവധി രാജ്യങ്ങൾ, സൗദി അറേബ്യ തന്നെ ഇതിന് ഈ പലസ്തീൻ എന്നുള്ള വിഷയം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യം ആ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സമാധാനത്തിലേക്കുള്ള ഒരു ജനൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ സീസ് ഫയറിനെ കാണാൻ പറ്റും. പക്ഷെ അത്ര എളുപ്പമല്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു മാർഗം. 60 ദിവസം സീസ് ഫയർ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കാര്യങ്ങളെ എടുക്കാൻ സാധിക്കും. സർ, ഒരു കാര്യം കൂടെ, ഇറാനുമായി നടന്ന ഒരു ഏറ്റുമുട്ടൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് അവിടുത്തെ ഒരു വിഭാഗം ഇസ്രയേലികൾ അവരുടെ രാജ്യത്തിന്റെ വിജയമായി തന്നെ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനിടെ തന്നെ ഇപ്പോൾ ഈ ഒരു ഗാസ വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ആ കരാർ എന്ന് പ്രാബല്യത്തിൽ വരും? അല്ലെങ്കിൽ ഗാസയിലെ ഈ ഒരു യുദ്ധവും ഒരു വിജയമായിരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ അത് നെതന്യാഹുവിന് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? പിന്നീടുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം അതിനെ ഒന്ന് വിലയിരുത്തപ്പെടാൻ പറ്റുക? അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു അവകാശവാദങ്ങൾ നമുക്കത് പ്രതികരിച്ച് നിൽക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോവില്ലേ? ഒരു പ്രധാന പ്രശ്നം നെതന്യാഹുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നെതന്യാഹു അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്ത് ഒരുപാട് ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടിരിക്കുന്നതാണ്. അതായത് യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നെതന്യാഹുവിന് കോടതിയിൽ പോയി തന്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു തരത്തിൽ അമേരിക്ക സഹായിക്കുന്നുണ്ടാവാനുള്ള സാധ്യത. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകളെല്ലാം നെതന്യാഹുവിനെ കുറ്റവിമുക്തമാക്കണം എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. ചിലപ്പം ഈ കൂടിക്കാഴ്ചയിൽ അതും ഒരു പുതിയ ഡിസ്കഷൻ പോയിന്റായി വന്നുകൂടായികയില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഈ ഇറാൻ ഇസ്രായേൽ വിഷയവും ഇസ്രായേൽ ഗാസ വിഷയം രണ്ടാണ്. ഇറാൻ ഇസ്രായേൽ വിഷയം എന്നത് വളരെ പഴക്കമുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ തുടർച്ചയാണ്. അവിടെ ഇപ്പോൾ നടന്നത് ചെറിയൊരു യുദ്ധമാണ്. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സീസ് ഫയർ നടന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇറാന്റെ ആണവായുധങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളത് നമുക്ക് പറയാനുള്ള വളരെ അൺസർട്ടൺ ആയിട്ട് ആണ് ആ യുദ്ധം അവസാനിക്കുന്നത്. പക്ഷെ ഗാസയുടെ വിഷയത്തിൽ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാണ് ഇപ്പോൾ. ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ചെറിയൊരു സംശയമാണ്. കാരണം ഈ ഒരു ഹമാസിന് ഈ വെടിനിർത്തൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കരാർ അവരൊരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യകത കൂടിയാണോ? കാരണം ഈ ഒരു സാഹചര്യം, അതായത് ഇസ്രായേൽ ആക്രമണം വളരെയധികം രൂക്ഷമായി തുടരുകയാണ്. അപ്പോൾ പലപ്പോഴും അവർ ദുർബലപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടോ?
ഹമാസിന് ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, വെടിനിർത്തൽ ആവശ്യം ഹമാസിന്റെ സൈഡിൽ നിന്നാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി വെടിനിർത്തൽ തയ്യാറാണ് എന്നുള്ള നിലയ്ക്കാണ് ഹമാസ് കാര്യങ്ങളെ കാണുന്നത്. കാരണം അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ എന്നത് വളരെ വളരെ ഫ്രാഞ്ചൈലാണ്, വലിയ ബുദ്ധിമുട്ടുണ്ട്. ഭക്ഷണം, വെള്ളം, വെളിച്ചം, ആശുപത്രി കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു സംഗതികളും കൃത്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ, അവിടുത്തെ ലോക്കൽ പോപ്പുലേഷനിടയിൽ തന്നെ ഹമാസിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗാസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേലിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഹൂതിയും അതേപോലെ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം ഇറാന്റെ പ്രോക്സികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ ക്ഷീണിച്ചതോടുകൂടെ ഈ പ്രോക്സികളും ക്ഷീണിച്ചിട്ടുണ്ട്, ഹമാസ് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരു വെടിനിർത്തലിനുള്ള നീക്കം മുന്നോട്ട് വരുന്നത് തന്നെ. പക്ഷേ സാർ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹമാസ് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരുമോ എന്നുള്ളതും ഒരു വ്യക്തതയില്ലല്ലോ. കാരണം അവരുടെ ഒരു നിരായുധീകരിക്കാനും ഒരു സാധ്യതയല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്തിൽ കൂടിയാണ് ആ സംഘടന കടന്നു പോകുന്നത്. ഹമാസിനെ ഉയർത്തെഴുന്നേൽക്കാൻ ഇസ്രായേൽ ഒരു തരത്തിലും അനുവദിക്കുന്നത് സാഹചര്യം ഉണ്ടാവില്ല, അത് തീർച്ചയാണ്. ഇപ്പോൾ ട്രംപിന്റെ തന്നെ അഭിപ്രായം അനുസരിച്ച് ഗാസയിൽ ഇനി മുന്നോട്ടെന്ത്, നാളെ എങ്ങനെയാണ് ഗാസയെ ഭരിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ട്രംപ് തന്നെ ചില മറുപടി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കും, അതൊരു അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കും എന്നുള്ള രീതിയിലെല്ലാം ട്രംപ് തന്നെ പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഗാസ വിഷയം നമ്മൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലല്ല വരുന്ന ആളുകൾ ഡിസ്കസ് ചെയ്യേണ്ടി വരിക. കാരണം അവിടെ ഈ ഗാസയ്ക്ക് അല്ലെങ്കിൽ ഗാസയിലെ ഇത്തരത്തിലുള്ള ഹമാസ് പോലുള്ള സംഘടനകൾക്ക് വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹമാസിനെ ഉയർത്തെഴുന്നേൽക്കാൻ ഇസ്രായേൽ ഒരു തരത്തിലും ഇന്നത്തെ സാഹചര്യത്തിൽ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.